കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും പ്രവാസികൾക്ക് എന്നും ആവേശമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ പ്രചാരണത്തിനും വോട്ട് ചെയ്യാനുമായി അവർ ഓടിയെത്താറുണ്ട്. എന്നാൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ആവേശമുണ്ടാകില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വിമാനങ്ങളില്ലാത്തതും ഉള്ള വിമാനങ്ങളിൽ ടിക്കറ്റ് കിട്ടാത്തതും കിട്ടുന്ന ടിക്കറ്റിന് 4-5 ഇരട്ടി പണം നൽകേണ്ടതും പ്രവാസികളുടെ ആവേശം കെടുത്തും. KMCC ആയാലും ഇൻകാസു ആയാലും മറ്റുള്ള വിവിധ സംഘടനകളൊക്കെ ഇവിടെ നിന്ന് പ്രവാസി വോട്ടേഴ്സിനെ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെയൊക്കെ നടക്കാറുണ്ട്. ആ പ്രവർത്തനം നടക്കുന്നതിന് സംബന്ധമായ വലിയൊരു ഉത്കണ്ഠ ഞങ്ങളുടെ മുമ്പിലുണ്ട്. നമ്മുടെ വിമാന കമ്പനികളുടെ അമിതമായ ചാർജുകൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതൊന്ന് ഗവൺമെന്റ് വിലയിരുത്തണം. മുൻപുണ്ടായിരുന്ന ഷെഡ്യൂൾഡ് സർവീസുകൾ റദ്ദാക്കി സ്പെഷ്യൽ സർവീസുകളാണ് പല ഇന്ത്യൻ വിമാന കമ്പനികളും ഇപ്പോൾ ഗൾഫിൽ നിന്നും നടത്തുന്നത്. ഇതിന് 3 ഇരട്ടിയോളം പണം നൽകണം. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വോട്ട് ചെയ്യാൻ നാട്ടിലെത്തുക എളുപ്പമല്ല. എല്ലാ ഇലക്ഷനും നാട്ടിൽ പോയി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ. കാരണം നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ പങ്കാളിത്തം അവിടെ വേണം. നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളുടെ കൂടെ ഈ പ്രവാസികൾ ബാക്കി ഒരുപാട് ആൾക്കാർ വരാനുണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഫ്ലൈറ്റ് നമ്മൾ ചാർട്ട് ചെയ്യുന്നത്. ഫുൾ ഫ്ലൈറ്റ് നിറച്ച ആൾക്കാരുമായിട്ടാണ് കണ്ണൂരൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും പോയത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പ്രാവശ്യം അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക, ബിസിനസ് രംഗത്തെ മാന്ദ്യം, നാട്ടിലെ വിലവർധന എന്നിവയും പ്രവാസികളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനെ അവഗണിക്കില്ലെങ്കിലും ആവേശം കുറയുമെന്ന് ഉറപ്പ്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.